സാർ ചെയ്തതിൽ ഏറ്റവും സാറിന് ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും? അല്ല, അത് ഓരോ കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എടുത്തു പറയുന്ന പേര് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥയാണ്. പക്ഷെ ശ്രീനാരായണ ഗുരു ഭക്തരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ പറയും യുഗപുരുഷൻ സിനിമ ചെയ്ത ആളാണ്. അത് പറഞ്ഞ് എനിക്ക് പ്രത്യേക പരിഗണന കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവസാനം ചെയ്ത, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സൂക്ഷ്മദർശിനിയെ കുറിച്ച് ആളുകൾ വേറെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും വലിയ വിജയമായിരുന്നു. എന്നാൽ എസ്ര പോലെയുള്ള ഒരു ഹൊറർ സിനിമ അത് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ താല്പര്യം എന്നുള്ളതല്ലല്ലോ, സിനിമ ആളുകൾ എങ്ങനെ കണ്ടു, ആളുകൾ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ് പട എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ അത് തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഇഷ്ക് പോലത്തെ സിനിമകൾ, അതൊക്കെ എനിക്കും വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. അതും സിനിമ ഇഷ്ക് വിജയിച്ച പടമാണ്. പക്ഷെ വിജയം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ വിജയമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അല്ല, അതിലിപ്പം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പിളി ആണെങ്കിലും ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആണെങ്കിലും ഒക്കെ വേറെ രീതിയിൽ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളാണല്ലോ. ഏറ്റവും ബെസ്റ്റ് മെമ്മറി നൽകിയിട്ടുള്ള, എസ്പെഷ്യലി യുഗപുരുഷനൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ ഒരു സിനിമ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഇഷ്ടം അവർ നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും സാറിന്റെ ഫിലിം ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത്? ഫിലിം വ്യക്തിപരമായിട്ട് എനിക്ക്, ഞാൻ അധികം ലൊക്കേഷനിൽ അങ്ങനെ പോകുന്ന ആളല്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമകളിലെ ഞാൻ ലൊക്കേഷനിൽ പോകാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മ, ഇപ്പോൾ പറഞ്ഞ പോലെ യുഗപുരുഷന് വേണ്ടി കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ലൊക്കേഷൻ കാണാനും അത് ആർട്ട് വർക്കിൻ്റെ പുറകിലൊക്കെ കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു രസകരമായ ഓർമ്മ വരുന്നത്, ഞാനൊരു ഹോളിവുഡിലൊരു ഇംഗ്ലീഷ് സിനിമ അഭിനയിക്കാൻ ഇവിടുന്ന് അമേരിക്കയിൽ പോയി. അപ്പോൾ കാമസൂത്ര ഗാർഡൻ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു ഞാൻ. ചെറിയ സിനിമയാണ്, പക്ഷേ നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, കോൾ ഷീറ്റ്. എന്താണ് കോൾ ഷീറ്റ്? കോൾ ഷീറ്റ് കൊണ്ട് ഒരു നടന് എന്താണ് ഗുണം? നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് കൊടുക്കുന്നതാണ് കോൾ ഷീറ്റ് എന്നാണ്. പക്ഷേ കോൾ ഷീറ്റ് ഉപയോഗിച്ച് അവർ നാളത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കോൾ ഷീറ്റാക്കി നമുക്ക് തരികയാണ്. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് റിസപ്ഷനിൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ ആൾ വരും, അത് ഇന്ന ഡ്രൈവറാണ്, അയാളുടെ പേര് ഇന്നതാണ്, അയാളുടെ മൊബൈൽ നമ്പർ ഇന്നതാണ്, അയാൾ വരുന്ന കാറിൻ്റെ നമ്പർ ഇതാണ്, ഇന്ന കാറാണ്, ഇത്ര മണിക്ക് നിങ്ങൾ ലൊക്കേഷനിൽ എത്തിയിരിക്കണം, വന്നു കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണോ അതോ മേക്കപ്പ് ആണോ, ഇതെല്ലാം അതിനകത്തുണ്ടാവും. ആരോടും നമ്മൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം, ഷൂട്ടിംഗ് അവസാനിക്കുന്ന സമയം, കൃത്യസമയത്ത് അവസാനിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത്ര ഡിസിപ്ലിൻഡാണ്. അതുപോലെ കുട്ടികളെ പോലുള്ളവർക്കൊക്കെ അവിടെ നിയമമുണ്ട്, 8 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ ആ കൃത്യസമയത്ത് തന്നെ ഷൂട്ട് അവർ അവസാനിപ്പിക്കും. പിന്നെ അഗ്രിമെൻ്റ് പ്രകാരം എന്താണോ സൈൻ ചെയ്തിരിക്കുന്നത് അതെല്ലാവരും പാലിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതൊക്കെ മാറും. എനിക്കത് പോരാ, ഇത് വേണം, മറ്റത് വേണം, ഈ റൂം പോരാ, എനിക്ക് 5 സ്റ്റാർ വേണം, അങ്ങനെയൊക്കെയുള്ള ഇതുകളുണ്ടല്ലോ. അതൊന്നും അവിടെ ഇല്ല. ആദ്യമേ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഫൈനൽ. അപ്പോൾ കുറേ ഡിസിപ്ലിൻ, സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചതും എൻ്റെ മനസ്സിൽ കുറേ നല്ല ഓർമ്മകളായിട്ട് നിൽക്കുന്നത് ആ ദിവസങ്ങളാണ്. ആ ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന എന്തായിരുന്നു അതിന് റോളും? അതും വളരെ രസകരമായ കാര്യമാണ്. ഞാൻ ഒരു ഹിന്ദു പൂജാരിയായിട്ടാണ്. ഞാൻ മാത്രമേ അതിനകത്ത് ഇവിടെ നിന്ന് പോയ ഒരാളുള്ളൂ. ബാക്കി എല്ലാവരും അമേരിക്കയിലുള്ള, അതും ഫോറിനേഴ്സ് തന്നെയാണ്. അമേരിക്കൻസാണ് കൂടുതലുള്ളത്. കുറച്ച് ഇന്ത്യൻസ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയത് ഞാൻ മാത്രമാണ്.